കിങ്ങിണിമോളുടെ കുസൃതികൾ. കണ്ണനും കിങ്ങിണിമോളും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ടായിരുന്നു. എൻ്റെ കണ്ണന് ആർഭാടങ്ങളിലൊന്നും ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൊച്ചു വീടും ഞാനും കിങ്ങിണിമോളുമായിരുന്നു അവൻ്റെ ലോകം. ഞാൻ എവിടെ പോയാലും അവൻ എൻ്റെ വരവിനായി കാത്തിരിക്കും. വലിയ പരാതി പറച്ചിലോ സ്നേഹപ്രകടനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ കണ്ടില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോൾ അവൻ എൻ്റെ കട്ടിലിനരികിൽ വന്ന് എനിക്ക് കാവലിരിക്കുമായിരുന്നു. എൻ്റെ മുഖമൊന്ന് വാടിയാൽ വലിയ വിഷമത്തോടെ അവൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കും. അങ്ങനെയിരിക്കെ കണ്ണനും കിങ്ങിണിമോൾക്കും അവരുടെ അതേ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനെ കിട്ടി. ഇടയ്ക്കൊക്കെ അവർ തൊടിയിൽ കളിക്കുന്നത് കാണാമായിരുന്നു. പിന്നെ കളി കുറച്ച് ദൂരെയുള്ള ആളൊഴിഞ്ഞ ഒരു പുരയിടത്തിലേക്ക് മാറ്റി. 3 പേരും കൂടെ ഒന്നിച്ച് കളിക്കാൻ പോകുന്ന ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കണ്ണനും കൂട്ടുകാരനും കിങ്ങിണിമോളുടെ ഇരുവശത്തുമായി നടക്കും. കാവൽ ഭടന്മാരുടെ നടുവിൽ നിർഭയം നടന്നു നീങ്ങുന്ന രാജകുമാരിയെ പോലെ കിങ്ങിണിമോൾ. കളി കഴിഞ്ഞ് തിരികെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് വരവ്. കണ്ണനും കിങ്ങിണിമോളും ഞങ്ങളുടെ വീട്ടുമുറ്റത്തെത്തിയാൽ കൂട്ടുകാരൻ തിരികെ പോകും. അങ്ങനെ കണ്ണൻ്റെയും കിങ്ങിണിമോളുടെയും കുസൃതികൾ പറഞ്ഞാൽ തീരില്ല. കഥ ഇനിയും കേൾക്കാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യണേ.